മകൾ മുറയാകും. ഡിവോഴ്സ് നടക്കാൻ ചെന്ന അടിയാണ്. 101 എന്ന് പറഞ്ഞാൽ 101 അടിയും ഉറപ്പാണ്. ഇപ്പൊ സ്വതവ പെണ്ണില്ല, പിള്ളമരണമൊന്നുമില്ല. വിവാഹമുണ്ട് ഞങ്ങൾക്ക്. വിവാഹം കഴിക്കുന്നത് വേറെ ലെവലിലാണ്. പിന്നെ ഞങ്ങൾ മുറക്കാരെ കെട്ടാൻ പാടുള്ളൂ. മുറക്കാരെന്ന് പറയാൻ മച്ചമ്പി. ഞങ്ങൾ മൂട്ടില്ല മേനില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് നോക്കിയാണ് കിട്ടുന്നത്. ഇല്ലെന്ന് വെച്ചാൽ വീടെന്നാണ് അർത്ഥം. ഞങ്ങളുടെ ഇല്ലെന്ന് വെച്ചാൽ വീടല്ല, അത് ഒരു ആണും പെണ്ണും ചേരുന്ന ഒരു സമ്പ്രദായമാണ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതില് പിന്നെ മൂട്ടില്ലത്തിലെ പയ്യന് മേനില്ലത്തിലെ പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ. അവർക്ക് മേനില്ല എന്ന് പറയുന്ന മൂട്ടില്ല എന്ന് പറയുന്നവർക്ക് മേനില്ലത്തിൽ നിന്നേ കെട്ടാൻ പാടുള്ളൂ. അപ്പൊ ഈ മേനില്ലോ തങ്ങളി കെട്ടാൻ പാടില്ല, മൂട്ടിലും തങ്ങളി കെട്ടാൻ പാടില്ല. അത് ആങ്ങളും പെങ്ങളുമാണ്. പിന്നെ ഇല്ല എന്ന് പറയുമ്പോ 7 ഇല്ല ഉണ്ട്. ഈ മെയിൻ ഇല്ലാണ് മൂട്ടില്ലോ മേനില്ല. അതല്ലാതെ ചായക്കോട്ടില്ലം, പേയില്ലം, കാട്ടില്ലം, വയ്യില്ലം, അങ്ങനെ കുറെ ഇല്ലങ്ങളുണ്ട്. പറണ്ടക്കോട്ടില്ലം, ചായക്കോട്ടില്ലം, അങ്ങനെ 7 ഇല്ലങ്ങളുണ്ട്. അത് സബില്ലാണ്. ഇപ്പൊ പെണ്ണ് കിട്ടാതെ വന്നാല് ആ സബില്ലത്തിൽ നിന്ന് ചെന്ന് കല്യാണം കഴിക്കാം. ഈ നമ്മളെ മെയിൻ ഇല്ലത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ മെയിൻ ഇല്ലത്തിൽ നിന്ന് നമുക്ക് പെണ്ണില്ല. ഇപ്പൊ പൊതുവെ പെണ്ണില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ പൊതുവെ പെണ്ണില്ല. പയ്യന്മാർക്കൊന്നും കെട്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വന്ന ആ സബില്ലത്തിലോട്ട് പോയി കെട്ടാൻ പറ്റും. അതായത് അപ്പോൾ ആ മുറ എന്ന് പറയുമ്പോ മകൾ മുറയാകും, മകളാകും, അല്ലെങ്കിൽ മരുമോളാകും, അല്ലെങ്കിൽ അമ്മാവിയാകും. അങ്ങനെയുള്ള ഒരു ഭാഗങ്ങളാണ്. അത് നേരെ വന്നാ അത് അമ്മാവിയോ മരുമകളോ മകളോ ഒക്കെ ആകും. നേരെ വന്ന നോക്കിയാല്. അപ്പൊ അത് നോക്കാറില്ല, കാരണം പെണ്ണ് കെട്ടണ്ടേ. അതുകൊണ്ട് സബിലോട്ട് പോകും. അങ്ങനെയാണ്. കല്യാണമൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പം ചോദിക്കും, ഭയങ്കര സമൂഹത്തിന്റെ മുമ്പേ ഞങ്ങൾ പുറത്തൊന്നും പോകാത്ത ആളുകളാണ്, കാട്ടിൽ താമസിക്കുന്നവരാ. അപ്പൊ ഇത്രയും നാട്ടിലുള്ള കുറെ ഉന്നതികളിലുള്ള ബന്ധുക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഇടയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചോദിക്കുന്നത്. പണ്ടൊക്കെ എന്റെ കെട്ടിലൊക്കെ ആണെന്ന് പറയുമ്പോ ഈ പബ്ലിക്കായിട്ട് ചെറുക്കനോ ഇഷ്ടമാണോ എന്ന് അവർക്കൊക്കെ പറയണം, കാരണവന്മാർക്കൊക്കെ പറയണം. എന്തെങ്കിലും ബന്ധം നമ്മുടെ ഇടയിൽ സ്വന്തം പേഴ്സണലായിട്ടുണ്ടെങ്കിൽ അതും കാരണവന്മാർക്കൊക്കെ പറയണം. കള്ളം പറയുവാണെങ്കിൽ എനിക്ക് 25 അടി അപ്പോഴും ഉറപ്പാണ്. 25 അടി ചൂരല് കൊണ്ട് തരും. അത് ചിലവർ അടിയെ പേടിച്ചിട്ട് ആരും ഒരു തെറ്റും ചെയ്യില്ല. ഇഷ്ടമില്ലാതെ പറയാൻ പറ്റില്ല, മാമനാണ് തീരുമാനിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ആളല്ലേ, മൂർന്ന ആളാണ് പറയുന്നത്. കാരണന്മാര് പറയുന്നത് നമ്മൾ കേൾക്കണം. അതിന് ഇഷ്ടമായാലും ശരി, ഇഷ്ടമായില്ലെങ്കിലും ശരി, അവര് പറയുന്നത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. അനുസരിക്കാത്തവർക്ക് അടിയാണ്. അവിടെ ചൂരലുകളുണ്ട്, നല്ല നീളമുള്ള, 1 മാറ് നീളമുള്ള നല്ല കനത്ത ചൂരലുകളുണ്ട്. അതുകൊണ്ടുള്ള അവര് പറയുന്ന 101 എന്ന് പറഞ്ഞാൽ 101 അടിയും ഉറപ്പാണ്. ജാതി മാറി കെട്ടിയാല് അതിനടിയാണ്. വേറെ ജാതിയിലുള്ള പയ്യനെ പ്രേമിക്കുകയൊക്കെ ചെയ്താല് പിന്നെ കണ്ടുപിടിച്ചിട്ട് ആ പയ്യനെയും കെട്ടിയിടും. പുറത്തുനിന്ന് ഇവിടെ അങ്ങനെയല്ല. ഞങ്ങളുടെ ഇവിടെ 2 സിസ്റ്റം, അങ്ങനെ 2 സമ്പ്രദായം നടന്നിട്ടുണ്ട്. 2 ആൾക്കാർക്ക് കൊണ്ടിട്ടുണ്ട്. ഒരു മുസ്ലിം ഇവിടെ നിന്നൊരു ചേച്ചിയെ പ്രേമിച്ച് അയാളെ മറ്റേ കടിച്ച പുളിയുറുമ്പില്ലേ, പച്ചറുമ്പ്, അതിന് ഞങ്ങള് പച്ചറുമ്പ് എന്നാണ്. അതുള്ള പ്ലാവുണ്ട് ഇവിടെ. ആ പ്ലാവിന്റെ മൂട്ടില് കൈ ഇങ്ങനെ പിറക്കുന്ന കെട്ടിയിട്ട് പിടിച്ച് കെട്ടി നിർത്തിയിട്ട് പിന്നെ അടിക്കും. അവനെ ആദ്യം അടിക്കും, 25 അടി കൊടുക്കും. പിന്നെ പെണ്ണിനും കൊടുക്കും 25 അടി. അതിനെ പേടിച്ചിട്ട് ആരും പുറത്തുള്ള പയ്യനെ സ്നേഹിക്കില്ല. പിന്നെ പയ്യന്മാര് പുറത്തുള്ള പെണ്ണിനെ ആരും സ്നേഹിക്കില്ല. പെണ്ണുങ്ങളാണ് കൂടുതലും പുറത്തുള്ള ഇങ്ങനെ സ്നേഹിക്കുന്നത്, പെണ്ണുങ്ങള്. അല്ല, ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഉന്നതിയിലെ കാര്യമാണ് പറയുന്നത്. പയ്യന്മാരങ്ങനെ പോവില്ല, കൂടുതലും പുറത്ത് പോവില്ല. പുറത്തുള്ള പെണ്ണുങ്ങളോട് ചമ്മലാണ് അവർക്ക്, നാണം. പുറത്തുള്ള പുറത്തുള്ള പയ്യന്മാർക്ക് ഏത് പെണ്ണിനോടും മിണ്ടാനൊന്നും ചമ്മലൊന്നുമില്ല. അതേസമയം ഞങ്ങളുടെ പയ്യന്മാര് പുറത്തുള്ള പെണ്ണിനോട് എങ്കിൽ 25 വയസ്സായമാരും 30 വയസ്സായമാരും ഒക്കെ ഉണ്ട്. അവരൊന്നും അങ്ങനെ പുറത്തുള്ള പെണ്ണിനെ എന്നേ കൊണ്ടുവരായിരുന്നു. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങള് അതിനെ കാണുമ്പം പുറത്തുള്ള പയ്യന്മാര് കമന്റ് അടിച്ചൊക്കെ അവരെ വശത്താക്കും പെണ്ണുങ്ങളെയൊക്കെ. മറ്റേ ആണുങ്ങൾ അങ്ങനെ ഇതിന് പോവില്ല, പുറത്തുള്ള പെണ്ണിനെ കമന്റ് അടിക്കാനൊന്നും പോവില്ല. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാല് അടി ഉറപ്പാണ്. പണ്ട്, ഇപ്പോഴല്ല. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ അടി ഉറപ്പ്. പിന്നെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചാല് ഒറ്റപ്പെടുത്തും, കാട്ടിലോട്ട് അടിച്ചു വിടും. കാട്ടിൽ പോണം. ഇഷ്ടമില്ലാത്ത കല്യാണം. ഇപ്പം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ പോവോ? അങ്ങ് പോയി താമസിച്ചോണം. ഊരിൽ കിടക്കാൻ പാടില്ല. നമുക്ക് പിള്ളമരണമൊന്നുമില്ല. അതായത് ഈ കുഞ്ഞുങ്ങളുടെ പ്രസവിച്ച ഉടനെ മരിക്കുന്ന ആരോഗ്യമില്ലാതെ അങ്ങനത്തെ മരണമൊന്നും ഇവിടെ ഇല്ല. അത് കാണി സമുദായത്തിൽ അത് വളരെ കുറവാണ്. പിന്നെ അട്ടപ്പാടി സൈഡിലൊക്കെ ഈ പണിയ സമുദായത്തിലൊക്കെയാണ്, മുതുവാൻ പണിയ ആ സമുദായത്തിലൊക്കെയാണ് ഈ ബാലമരണമൊക്കെ. അവർക്ക് ഈ ഔഷധങ്ങളൊക്കെ കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ബാലമരണം. നമ്മളിവിടെ ബാലമരണമൊന്നും അങ്ങനെ ഇല്ല. നല്ല ആരോഗ്യമുള്ള കുട്ടികളെയൊക്കെ തന്നെയാണ് പ്രസവിക്കുന്നത്. എന്നിട്ട് പെണ്ണ് ചെറുക്കൻ ആൾക്കാർ ഇത്രയും വലിയ സമൂഹം കേട്ട് ഈ പെണ്ണ് എന്റേതാണെന്ന് 7 വട്ടം പറയണം. അതുപോലെ ചെറുക്കൻ്റെതാണെന്ന്
പെണ്ണിന്റേതാണെന്ന് 7 വട്ടം പറയണം, ഉറച്ചു പറയണം, വിളിച്ചു കൂവണം. ഡിവോഴ്സ് ഒന്നും നടക്കില്ല. ഡിവോഴ്സ് നടക്കാൻ ചെന്ന അടിയാണ്. ഡിവേഴ്സ് നടക്കാൻ ചെന്നാൽ 101 കൂട്ടിയാ മതി. ഈ അടിക്ക് ഇത് എണ്ണം കൂടും. അന്ന് തെറ്റ് ചെയ്ത 25 50 ആണെങ്കിൽ ഈ പെണ്ണിനെ ബന്ധം വേർപെടുത്താൻ ചെല്ലുന്ന 101 അടിയായിരിക്കും. ഇല്ല, ഡിവോഴ്സ് ചെയ്യില്ല. അവൻ തന്നെ മരണം വരെ പൊറപ്പിക്കണം ഈ പെണ്ണിനെ. വിവാഹപ്രായം 18 വയസ്സ് തന്നെ. 18 അല്ല, അന്നൊക്കെ 25 വയസ്സിലൊക്കെയാണ് ബാലകല്യാണം. ഒന്നും ഞങ്ങളുടെ കൂടെ ഇപ്പോഴാണ് ബാലകല്യാണം 18 വയസ്സിലൊക്കെ കെട്ടുന്നത്. അന്ന് 25 30 വയസ്സാണ് അന്നത്തെ കല്യാണം.